ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക് നുണക്കുഴി. ഡയറക്ടർ ജീത്തു ജോസഫ്, റൈറ്റർ KR കൃഷ്ണകുമാർ, DOP സതീഷ് കുറുപ്പ്, എഡിറ്റർ വിനായക് VS. അതുപോലെ ഈ സിനിമയുടെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് വിഷ്ണു ശ്യാം, മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു ശ്യാം, അതുപോലെ തന്നെ ജെ ഉണ്ണിത്താൻ ചേർന്നിട്ടാണ്. ഇതിലൊരു സോങ് ഉണ്ട്, ടൈറ്റിലൊക്കെ വരുന്നൊരു സോങ് ഉണ്ട്. ഇത് പഴയ പടക്കളം ഇത് കളിക്കളം ആ ഒരു സിദ്ദിഖ് ലാൽ സിനിമയിലെ സോങ്ങായിട്ട് വളരെ ഡിസംബൻസ് തോന്നി. വിനായക് ശശികുമാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ആണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹ്യൂമർ എന്ന് പറയുമ്പോൾ പഴയകാല പ്രിയദർശൻ എവർഗ്രീൻ ചിത്രങ്ങൾ പോലെ, അല്ലെങ്കിൽ ഒരു സമയത്ത് ദിലീപിൻ്റെ സിനിമകൾ ഉണ്ടായിരുന്നത് പോലെ ആ ഒരു മീറ്ററാണ്. വളരെ സക്കാസ്റ്റിക് ആയിട്ടുള്ള ബ്ലാക്ക് ഹ്യൂമേഴ്സ് ധാരാളമായിട്ടുള്ള സ്ലാപ്സ്റ്റിക്ക് വരുന്ന ഓവർ ദ ടോപ്പ് നിൽക്കുന്ന കോമഡീസ്, അതായത് റിയലിസ്റ്റിക് ആയിട്ട് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇങ്ങനെയൊന്നല്ല നടക്കുകയും ചെയ്യാം. ഒരു മീറ്റർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് കഥാപരിസരം സൃഷ്ടിച്ച് അവർ തമ്മിലുണ്ടാകുന്ന കൺഫ്യൂഷൻസും, പിന്നെ എസ്പെഷ്യലി ഇത് നുണ പറച്ചിലാണ് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു കയോട്ടിക് സിറ്റുവേഷനകത്തു നിന്നുണ്ടാകുന്ന കോമഡീസാണ് സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സിനിമ ആരംഭിച്ച് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ നല്ല കിടലിനായിട്ട് അത് വർക്കായിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക്. കാരണം ബേസിൽ ജോസഫ് മെയിനായിട്ടുള്ള കാരണം, ബേസിൽ ജോസഫ് കുറേ നാളുകളായിട്ട് ചെയ്തു വരുന്ന കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് ക്യാരക്ടറിനാണ് ഇതും. ഒരു വ്യത്യാസമില്ല. ബേസിൽ ജോസഫിന് ടൈലർ മെയ്ഡ് ക്യാരക്ടറാണ് അത്. ബേസിൽ ആസ് യൂഷ്വൽ, ബേസിലിൻ്റെ ആ ചാമ്, ഇന്നസെൻസ്, നോട്ടിനെസ്, ക്യൂട്ട്നെസ്, ഇതിൽ പിന്നെ കുറച്ച് ക്രൂക്കഡ് കൂടെയാണ്. അങ്ങനെ പിന്നെ ഉഴപ്പനാണ്, മടിയനാണ്, പിന്നെ ഇതിൽ കുറച്ച് നോട്ടിനെസ് ഉണ്ട്. എല്ലാം കൂടി ചേർന്നിട്ട് ബേസിൽ കയറി പെർഫോം ചെയ്യുകയാണ് തുടക്കം മുതൽ. അതോടൊപ്പം 2-3 സിറ്റുവേഷൻസ് ഈ സിനിമയിൽ പാരലായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം, ഈ 2-3 ഫോൾഡേഴ്സ് ഓപ്പണാക്കി വെച്ച് ഇതെല്ലാം കൂടെ ഓപ്പണായിട്ട് അങ്ങനെയാണ് സിനിമയുടെ പോക്കെന്നുള്ളത്. അതിൽ തന്നെ ഒരു വശത്ത് സിദ്ദിഖ് ഉണ്ട്, മനോജ് കേച്ചനുണ്ട്, ബിനു പപ്പു ഉണ്ട്, അൽത്താഫ് ഉണ്ട്. ഇവരൊക്കെ ഒരു സൈഡ് കൂടെ പോകുന്നു. ബേസിൽ ജോസഫും അതുപോലെ തന്നെ നിഖില വിമലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ഇപ്പോൾ ലാസ്റ്റ് കണ്ട ഗുരുവായൂർ അമ്പല നടയിലൊക്കെ പോലെ തന്നെയുള്ള ഒരു മുഖം വീർപ്പിച്ച് ഒരുമാതിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരുമാതിരി ഒരു ക്യാരക്ടർ. അത് അവർ കറക്റ്റ് അവരെങ്ങനെ ചുമ്മാ വന്നിരുന്നാൽ തന്നെ ആ ഒരു ഇതാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ അവരിതിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം അവസാനം മാത്രമേ ഉള്ളൂ നിഖില വിമൽ, സിനിമയുടെ നടുക്കൊന്നുമില്ല. അങ്ങനെ അവിടെ പിന്നെ ലെനയുണ്ട്, അങ്ങനെ കുറച്ച് അവിടെ. അതോടൊപ്പം പിന്നെ മറ്റൊരു വശത്ത് വേറെ കുറച്ച് ക്യാരക്ടേഴ്സ്. സൈജു കുറുപ്പ് തുടക്കത്തിൽ കിടുമായിരുന്നു, പ്രത്യേകിച്ച് ഒരു കോർട്ട് സീനൊക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ ഗ്രേസ് ആൻ്റണി, പിന്നെ അങ്ങനെ കുറച്ച് ടീം, അജു വർഗീസ്, ഇങ്ങനെ പോകുന്നൊരു സിനിമ. പക്ഷേ പിന്നെ അതിലേക്ക് കടന്ന് കഥയ്ക്കൊന്നും യാതൊരു പുതുമയില്ല. ഇതിലെ കഥാതന്തു എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ സിനിമ, ഒരു സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ള ഒരു കഥ തന്നെയാണ്. അതുമാത്രമല്ല, ആ സിനിമ തന്നെ വേറൊരു സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയ സിനിമയാണ്. അതുകൊണ്ട് ഇത് കഥയ്ക്ക് യാതൊരു പുതുമയില്ല. പക്ഷേ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഞാൻ പറഞ്ഞില്ല, ഒരു സക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനാരിയൊക്കകത്ത് അങ്ങനെ എൻവയോൺമെൻറ്റിലാണ് സിനിമ സംഭവിക്കുന്നത്. അത് നമുക്ക് ആദ്യം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിനിമയുടെ ആ ഒരു സാങ്കത്യം പരിശോധിക്കേണ്ട കാര്യം നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോമഡി കാണിച്ച് എനിക്ക് പേഴ്സണലി ഒരു ഫസ്റ്റ് ഹാഫ് അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും ഇത് പിന്നെ പരസ്പരം ഈ സാധനം വർക്കാവുന്നില്ല. പ്രത്യേകിച്ച് ഇതിൽ കുടിയന്മാരായിട്ട് ആണ് അഭിനയിച്ചിരിക്കുന്നത്. സിദ്ദിഖ് ആയി കഴിഞ്ഞാലും മനോജ് കേശൻ ആയി കഴിഞ്ഞാലും ബിനു പപ്പുവായാലും അൽത്താഫ് ആയി കഴിഞ്ഞാൽ തന്നെ ഈ കുടിയന്മാരെ സീൻ ഇവർ കുടിച്ച് അങ്ങ് പിന്നെ കോമഡിക്ക് വേണ്ടി കുടിയന്മാർ ഇങ്ങനെ പണ്ട് അയ്യപ്പ ബൈജുലും കാണിച്ച പോലെ ഈ സ്കിറ്റിൽ കാണിക്കില്ലേ, കുടിയന്മാർ കുടിച്ചിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട് ചിരിക്കാൻ പറയാൻ എനിക്ക് ചിരി വരില്ല, ടു ബി ഫ്രാങ്ക്. കാരണം കുടിയന്മാർ കാണിക്കുന്ന സംഭവത്തിൽ എന്താ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പം പണ്ട് നമ്പർ 20 മദ്രാസ് മെയിൽ ലാലേട്ടനെ കാണിച്ച പോലെ അങ്ങനത്തെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ്, അങ്ങനത്തെ കോണ്ടക്സ്റ്റൊക്കെ ആയിരിക്കണം. ഇത് സ്ഥിരം കുടിയന്മാരാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഈ സിദ്ദിഖിൽ എത്രയോ സിനിമ കുടിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മനോജ് ശേഖരൻ പിന്നെ ഇതിൽ പറ്റണില്ല. കാരണം ബിനു പപ്പുവിനെ നിർവീകാരനായിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആ ഒരു ട്രാക്ക്. പിന്നെ ഗ്രേസ് ആൻ്റണിയും ബേസിൽ ജോസഫും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ബിഗിനിങ്ങിൽ നല്ല രസമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും ഒരുമാതിരി പിള്ളേർ കളി പോലെ അങ്ങോട്ടും കൈവച്ച് അടിച്ച് കളിക്കുക, അതൊന്നും പറയാം, അങ്ങനെയുള്ള ഒരു പരിപാടി. പിന്നെ ഈ സിനിമ വേറൊരു സ്ഥലത്ത് എത്തിയപ്പോഴൊന്ന് ഹൈ ആയത് നമ്മുടെ ബൈജു സന്തോഷ്, നമ്മുടെ ബൈജു വന്നപ്പോഴാണ്. പുള്ളി ഇതിലൊരു സർക്കിൾ ഇൻസ്പെക്ടറായിട്ടാണ്. അപ്പോൾ പുള്ളി
വന്നതിന് ശേഷം പുള്ളി കുറേ കെയർ ചെയ്യുന്നുണ്ട് ഈ സിനിമയെ. കാരണം പുള്ളിയുടെ പരിപാടി അറിയാലോ, കൗണ്ടർ. പുള്ളി റിയൽ ലൈഫിൽ തന്നെ അത്രയും കൗണ്ടർ അടിക്കുന്നതാണ് പുള്ളി. കൈ നിട്ടതായാലും സ്ക്രിപ്റ്റിലായി കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും തന്നെ. പക്ഷേ അതിലും കുറേ അൺവാണ്ടഡ്, ഇതിലെന്തോ ഈ കലോറിയെക്കുറിച്ച് സംസാരിക്കുന്ന, കാപ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതൊക്കെ വെറുതെ എന്തിനാണെന്ന് ഞാൻ ഇങ്ങനെ തോന്നിപ്പോയി. അങ്ങനെ പോയ സിനിമ. പിന്നെ സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു ഇത് എന്നെ കണ്ട് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഇപ്പം ജഗതി ആയാലും ഇന്നസെൻ്റ് ആയാലും മാമൂക്കയെ കഴിഞ്ഞാലും ഇത്ര ലെജൻഡറി ആൾക്കാർ ഒന്നുമില്ലാത്തൊരു കഥയൊന്നുമില്ലാത്ത വെറും സീൻസിൻ്റെ അകത്തുനിന്ന് മാജിക് ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോഴും റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക്, ആ ഒരു ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ. പക്ഷേ ആ ലെവലിലേക്കുള്ള പെർഫോമൻസ് ആയി കഴിഞ്ഞാലും അവർ തമ്മിലുള്ള ഈ മൊത്തം എല്ലാ ആക്ടേഴ്സും തമ്മിലുള്ള കെമിസ്ട്രി കഴിഞ്ഞാലൊന്നും പിന്നെ വന്നില്ല. പേഴ്സണലി എനിക്ക് തീരെ അത് ഡൈജസ്റ്റ് ആയില്ല. കുറേ കഴിഞ്ഞപ്പം ഉറപ്പിക്കില്ലായി. പിന്നെ അപരാധമായി മാറുന്ന അവസ്ഥയിലേക്ക് വരെ സിനിമ പോയിരുന്നു. കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് ഓട്ടപ്പാച്ചിൽ അത് ഇത് ഇങ്ങനെ. പക്ഷേ തിയേറ്ററിൽ നല്ലോണം ആളുണ്ടായിരുന്നു. ഞാൻ വലിയൊരു കിങ് സൈസ് തിയേറ്ററാണ് സിനിമ കണ്ടുള്ളത്. ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിരുന്നു. ഒരുപാട് സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായ ആളുകൾ, ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകൾ പ്രത്യേകിച്ച് ഭയങ്കര ഗംഭീരമായിട്ട് ആസ്വദിച്ച് ചിരിച്ച് മറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് കണ്ട് അയ്യേ ഇതെന്തോ ഇവർ കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കുടിച്ചിട്ടുള്ള സീന് സെക്കൻഡ് ഹാഫിൽ. പിന്നെ ഇയാളെല്ലാം കയ്യിൽ നിന്ന് പോയി, സൈജു കുറുപ്പെല്ലാം കയ്യിൽ നിന്ന് പോയി. പിന്നെ കുറേ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സീൻസ്. എല്ലാവർക്കും ഡിസ്കസ്റ്റിംഗ് ആവണമെന്നില്ല, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു സിനിമ. പക്ഷേ ക്ലൈമാക്സ് ആയ സമയത്തേക്ക് പടം ഒന്ന് സെറ്റായി. കാരണം നമുക്കറിയാം ഇത് സംഭവം പ്രെഡിക്റ്റബിളാണ്. കാരണം സ്റ്റോറി ലൈൻ കണ്ടാൽ അറിയാം. അതിലേക്ക് വന്ന് അങ്ങ് അവസാനിപ്പിച്ചു. മേ ബി കണ്ടിന്യൂഡ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ പോൻ ഇങ്ങനെ എഴുതി കാണിക്കാതെ മലയാളത്തിലൊരു സിനിമ ഇനി എടുക്കാൻ പറ്റില്ല. അതും ജീത്തു ജോസഫിനെ പോലത്തെ ഒരാൾക്കൊക്കെ ഇത് എന്തിനാ വെറുതെ ഇതൊക്കെ എഴുതി കാണിക്കുന്നത്. വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ. അസീസ് നെടുമങ്ങാടുണ്ട്, നമ്മുടെ ജസ് കിഡി, ഷാമോഹൻ ഉണ്ട്, പിന്നെ കലാഭവൻ യൂസഫ് ഉണ്ട്, നമ്മുടെ സ്വാസികയുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവർക്കും സ്പേസൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് പേഴ്സണലി ഇങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ അവസാനം ഒരു പാട്ടൊക്കെ ഉണ്ട്, ഹാലേലൂയ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്. പിന്നെ ഫിയറ്റ് പത്മിനിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പോഷയും തമ്മിലുള്ള ചേസിങ് ഒക്കെ ഉണ്ട്. എന്തോ അങ്ങനെ ആസ് എ ഹോൾ ജീത്തു ജോസഫിൻ്റെ പുള്ളിയുടെ USP അറിയാലോ, ത്രില്ലേഴ്സാണ്. ഇത് പുള്ളി ഇതിനു മുമ്പ് മമ്മി ആൻഡ് മീ ഇതുപോലെ സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്, കുറച്ച് കോമഡി ട്രാക്കൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിലൊരുപാട് കോമഡീസ് ചിരിയൊന്നും വന്നില്ല. മാത്രമല്ല എന്തുവായി കാണിക്കുന്നത്, അയ്യോ എൻ്റെ പൊന്നെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞില്ല, ക്ലൈമാക്സ് എവിടെയാണ് തുടങ്ങിയത് അവിടെ തന്നെ എത്തിയത് കൊണ്ട് ആ ഒരു ബാലൻസ് സിനിമയ്ക്ക് വന്ന് എന്നുള്ളതാണ്. ദിസ് ഈസ് നുണക്കുഴി ഫോർ മീ.